101 ചോദ്യമെന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാനും നിങ്ങളൊക്കെ വളരെ അടുത്ത് പരിചയപ്പെടാനും കഴിയുന്ന ഈ അസുലഭാവസരം എനിക്ക് ലഭ്യമായതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എന്നോട് എന്ത് ചോദ്യങ്ങൾ വേണമെങ്കിലും ചോദിക്കാം. എന്നെ ഭയപ്പെടുത്താത്ത, വിഷമിപ്പിക്കാത്ത ഏത് ചോദ്യവും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സാറിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇടക്കാലത്ത് ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു, എല്ലാവരും IAS ഓഫീസറാണ് എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ അത് മാറി. അതിന് മെയിൻ റീസണായിട്ട് എല്ലാവരും പറയുന്നത് എന്തെന്ന് വെച്ചാൽ, IAS ഓഫീസറായിട്ട് നമ്മൾ അത്ര ഒരു പോസ്റ്റിംഗിലിരിക്കുമ്പോഴും പഠിക്കാത്ത പൊളിറ്റീഷ്യൻസിൻ്റെ താഴെ ജോലി ചെയ്യേണ്ടി വരുന്നു. സാറ് ഒരു സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടിയ ഒരാളാണ്. അപ്പോൾ സാറുടെ എക്സ്പീരിയൻസ് ആസ് എ കളക്ടർ. ഞാൻ ആദ്യമേ പറഞ്ഞു, എന്നെ വിഷമിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കരുത്. ഞാൻ ഒരു കാരണവശാലും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾക്കും മറുപടി പറയില്ല. പെൻഷനായി കഴിഞ്ഞതിന് ശേഷം പറയാം. പിന്നെ IAS ആകർഷകമായിട്ടുള്ള ഒരു ജോലി തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ കേരളത്തിൽ മറ്റ് മേഖലകളിലേക്ക് ഒരു വലിയ കുത്തൊഴുക്കുള്ളതായിട്ടും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഒരുപക്ഷെ IASന് തുടക്കത്തിൽ ലഭിക്കുന്ന ശമ്പളം ഒരുപക്ഷെ അത്ര ആകർഷണീയമല്ലാത്തത് കൊണ്ടായിരിക്കാം. പ്രത്യേകിച്ച് IT മേഖലകളിലൊക്കെ പോകുന്നവർക്ക് വലിയ ശമ്പളം കിട്ടാറുണ്ട്. എങ്കിലും ഒരു IASകാരനാകുക അല്ലെങ്കിൽ IASകാരിയാകുക എന്ന് പറയുന്നത് വലിയ ഒരു കാര്യം തന്നെയായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഇത്രയും അധികം എക്സ്പോഷർ ഉണ്ടാക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഇത്രയധികം അനുഭവ പരിചയങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സർവീസ് മേഖല വേറെ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. IAS എന്ന് പറയുന്ന ഈ പ്രൊഫഷൻ ഒത്തിരി സ്ട്രെസ്സുള്ളതാണ്. ഒരു ജില്ലയുടെ തന്നെ മുഴുവൻ ഭരണം ഏറ്റെടുക്കുന്ന ഇത്രയും സ്ട്രെസ്സുള്ള ഒരു ജോലി ചെയ്യുമ്പോഴും ഇത്രയും നല്ല കോമഡികളും പാരഡി സോങ്സും എങ്ങനെ സാറിൽ നിന്ന് ഉത്ഭവിക്കുന്നു? വളരെ ചെറിയ പ്രായം തൊട്ടേ എനിക്ക് തമാശയോടും സംഗീതത്തോടും ഒക്കെ വളരെ താല്പര്യവും ആഭിമുഖ്യവും ഉണ്ടായിരുന്നു. IASൽ വന്നപ്പോൾ ഞാനത് നിലനിർത്തിക്കൊണ്ട് പോന്നു എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. പിന്നെ എന്ന് മാത്രമല്ല, നമ്മൾ വളരെ കൂടുതൽ നന്നായിട്ട് ജോലി ചെയ്യാനുള്ള ഊർജം സമാഹരിക്കാനായിട്ട് ഈ രീതിയിലുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികൾ സഹായിക്കും എന്നാണ് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. സാറിൻ്റെ റോൾ മോഡൽ ആരായിരുന്നു സാറിൻ്റെ? അതും എന്നെ വിഷമിപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. എൻ്റെ റോൾ മോഡൽ ഞാൻ തന്നെയാണ്. സാർ ഇപ്പം കലയും IASും ഒരുപോലെ കൊണ്ടുവന്നൊരു വ്യക്തിയാണ്. അപ്പം ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ IASോ അല്ലെങ്കിൽ സാഹിത്യപരമായിട്ടുള്ള രണ്ടിലും ഏതെങ്കിലും ഒന്നേ കൊണ്ടുപോകാൻ പറ്റൂ എന്നുള്ളൊരവസ്ഥ വന്നാൽ സാർ ഏതിനായിരിക്കും പ്രാധാന്യം നൽകുന്നത്? ഇനിയിപ്പോൾ എനിക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. കാരണം എനിക്കിനി കഷ്ടിച്ച് 2 കൊല്ലം കൂടി മാത്രമേ സർവീസുള്ളൂ. ഞാനിപ്പോൾ സ്വയം വിരമിക്കൽ അപേക്ഷിച്ചാൽ എനിക്ക് എൻ്റെ ഫുൾ പെൻഷൻ കിട്ടും. അതുകൊണ്ട് ആ ചോദ്യം എന്നെ അല്പം പോലും വിഷമിപ്പിക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഞാൻ സ്വയം വിരമിച്ച് പൂർണ്ണമായും സാഹിത്യ പ്രവൃത്തികളിൽ ഏർപ്പെടും. സാർ, വിദ്യാഭ്യാസ കാലത്ത് കുട്ടിക്കാലം മുതലേ സാറിൻ്റെ ആഗ്രഹം IAS ആയിരുന്നു? അതോ മറ്റെന്തെങ്കിലും സമ്മർദ്ദം അല്ലെങ്കിൽ ഇന്ന വിഷയം കിട്ടിയത് കൊണ്ട് IAS ആയി എന്നതാണോ? എൻ്റെ സ്വപ്നങ്ങളിൽ ഒരിടത്തും ഒരിക്കൽ പോലും ഞാനൊരു IASകാരനാകുന്നതിനെ പറ്റി ആഗ്രഹിച്ചിട്ടില്ല, വിചാരിച്ചിട്ടില്ല. അപ്പോൾ IAS ലഭിച്ചപ്പോൾ ഞാൻ സന്തോഷപൂർവ്വം അത് സ്വീകരിച്ചു. അത് നിഷേധിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഈശ്വരാനുഗ്രഹമായിട്ടാണ് ഞാൻ അതിനെ കരുതുന്നത്. അല്ലാണ്ട് ഞാൻ ഒരിക്കൽ പോലും IAS ആകുന്നതിനെ പറ്റി എൻ്റെ ചെറുപ്പത്തിൽ ഒരിക്കൽ പോലും സ്വപ്നം കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ IASൽ വന്നിട്ട് ഏതാണ്ട് 14 വർഷമാകും. സാറിൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവം ഞങ്ങളുമായി പങ്കിടാവും? ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ, ആദ്യത്തെ മകനുണ്ടായത്, ഞാനൊരു മുത്തച്ഛനായത്, ഇതാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. കുട്ടിക്കാലത്തപ്പോൾ സാറിന് എന്താവാനായിരുന്നു താല്പര്യം? ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചെറിയ പ്രായത്തിൽ ഒരു ആനക്കാരനാകണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. കാരണം അന്ന് ഞാൻ വിചാരിച്ചിരുന്നത് ലോകത്തെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ആനപ്പുറത്തിരുന്ന് ഈ ആനയെ നിയന്ത്രിക്കുന്ന ഒരാളാണ്. പക്ഷേ എന്തുകൊണ്ട് എൻ്റെ ആഗ്രഹം അസ്തമിച്ചു പോയി എന്ന് ചോദിച്ചാൽ, ഞാൻ അത്രയേറെ ആഗ്രഹിച്ചിരുന്നു ആനക്കാരനാകാൻ. കാരണം എൻ്റെ വീട്ടിൽ കുളത്തിലാണ്, എൻ്റെ നാട്ടിൻപുറത്തെ ഒരു വലിയ ജന്മഗൃഹത്തിലെ ആനയെ വന്ന് കുളിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ആനയൊക്കെ ചകിരി കൊണ്ട് തേച്ച് കൊടുക്കും. അതിന് പ്രതിഫലമായിട്ട് ആനക്കാരൻ എനിക്ക് ആനയുടെ ഒരു വാല് മുറിച്ച് തരും. അപ്പോഴൊക്കെ എൻ്റെ ആഗ്രഹം ഈ ആനയുടെ പുറത്തുനിന്ന് കയറണം. അങ്ങനെ ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ അനുമതി വാങ്ങി ആനപ്പുറത്തിരിക്കുകയും ചെയ്തു. പക്ഷേ ഒരിക്കൽ മതമിളകിയ ആന ഈ ആനപ്പാപ്പാനെ കുത്തിക്കൊന്നു. എന്നിട്ട് അതിൻ്റെ ആ പാപ്പാൻ കുടൽമാലയൊക്കെ പുറത്ത് ചാടി ആ പറമ്പിൽ കിടക്കുന്ന ആ ബീഭത്സരംഗത്തിൻ്റെ ഓർമ്മ ഇന്നും എന്നെ നടുക്കാതെ പിന്തുടരുന്നുണ്ട്. അതോടുകൂടിയാണ് ആനക്കാരനാകാനുള്ള ആഗ്രഹം എന്നിൽ നിന്ന് പോയത്. പിന്നെ ഞാൻ ശരിക്കും ആഗ്രഹിച്ചത് ഒരു പോലീസുകാരനാകുക എന്നുള്ളതായിരുന്നു.
പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി പോലീസുകാരന് അത്ര വലിയൊരു ഒരു സോഷ്യൽ സ്റ്റാറ്റസ് നമ്മുടെ കമ്മ്യൂണിറ്റി കൊടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു SI ആകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ SI ആയി ഞാനിങ്ങനെ ജീപ്പിൽ ഒരു കാല് പുറത്തേക്കിട്ട് ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട്. ഒരു 4 കൂടിയ കവലയിൽ അങ്ങോട്ട് ജീപ്പ് നിർത്തി ചാടി ഇറങ്ങി. അപ്പോൾ എന്നെ കണ്ടിട്ട് ആളുകളൊക്കെ ഭയന്ന് എഴുന്നേക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് അപേക്ഷിക്കുന്നതും SI പോസ്റ്റിനാണ്. പക്ഷേ ആ അപേക്ഷ എനിക്ക് തിരിച്ച് മടങ്ങി വന്നു, SI ആകാനുള്ള പൊക്കം നിങ്ങൾക്കില്ല എന്നായിരുന്നു. ഞാൻ ഉടനെ മറുപടി എഴുതി, പൊക്കം കുറവാണെങ്കിൽ ഞാനതെൻ്റെ വണ്ണക്കൂടുതൽ കൊണ്ട് പരിഹരിച്ചുകൊള്ളാം. പക്ഷേ PSC പറഞ്ഞു അങ്ങനെ ഒരു വ്യവസ്ഥയില്ല എന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ ഒരു പോലീസുകാരനാകാനും കഴിയാതെ പോയി. പൊതുവെ ഉള്ള ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ഒത്തിരി നൊമ്പരങ്ങളും ദുഃഖങ്ങളും ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരിൽ നിന്നാണ് കൂടുതൽ നല്ല ഹാസ്യം ഉത്ഭവിക്കുന്നത്. അപ്പം താങ്കളുടെ ജീവിത സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് താങ്കൾ ഹാസ്യം എഴുതി തുടങ്ങാൻ, കൈകാര്യം ചെയ്യാൻ തുടങ്ങിയത്? കുട്ടി പറഞ്ഞത് 100% ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ ജീവിതത്തിൽ അതൊന്നും ഇപ്പോൾ നിങ്ങളോട് തുറന്നു പറയാൻ എനിക്ക് ആഗ്രഹമില്ല. ഒരുപാട് വ്യക്തിഗത നൊമ്പരങ്ങളും ദുഃഖങ്ങളുമൊക്കെ മനസ്സിൽ പേറി നടക്കുന്ന ഒരു വ്യക്തിയാണ്. സഞ്ജയൻ എന്ന് പറയുന്ന ഹാസ്യ സാഹിത്യകാരനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹം 40-ാം വയസ്സിൽ മറ്റാണ് മരിക്കുന്നത്. ജീവിതത്തിലെ എല്ലാ ദുരന്തങ്ങളും അദ്ദേഹത്തെ ഒരുപോലെ വേട്ടയാടിയിരുന്നു. ഭാര്യയുടെ മരണം, കുട്ടിയുടെ മരണം, ക്ഷയരോഗം. അപ്പോൾ അങ്ങനെ പലപ്പോഴും എനിക്കറിയാം, നമ്മുടെ ഒരുപാട് ആളുകളെ പറ്റി എനിക്കറിയാം. അവരൊക്കെ മറ്റുള്ളവരെ ചിരിപ്പിക്കുമ്പോഴും അവരുടെ ഉള്ളിൽ ഇങ്ങനെ ദുഃഖം ഇങ്ങനെ അവരെ വിടാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. അപ്പം എനിക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഞാൻ അതിനെ അത്ര വലിയ കാര്യമാക്കിയിട്ടില്ല. എനിക്ക് നിർവഹിച്ചു തീർക്കാനുള്ള ചില നിയോഗങ്ങൾ ബാക്കിയുണ്ട് എന്നുള്ള ഒരു തോന്നൽ കൊണ്ട് ഞാൻ ഈ രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ സമൂഹത്തിൽ പാരഡി കോമഡി എന്ന് പറയുന്ന ഒരു സമൂഹത്തിലെ പ്രത്യേകതരത്തിലുള്ള വിഷയങ്ങളെ ആക്ഷേപിച്ചുകൊണ്ടും അതില്ലെങ്കിൽ അതിൻ്റെ പോരായ്മകളെ എടുത്തു കാണിച്ചുകൊണ്ടുമാണ് ഇന്നത്തെ പാരഡി ആയാലും കോമഡി ആയാലും ചിത്രീകരിക്കപ്പെടുന്നത്. ഇപ്പോൾ അങ്ങയുടെ അഭിപ്രായത്തിൽ ഇത് നല്ലതാണോ ചീത്തയാണോ? തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നത് ഇത് ഒരു ദൈവനിശ്ചയമായിട്ടാണ് ഞാനിതിനെ കരുതുന്നത്. കാരണം ഓരോരുത്തർക്കും ഓരോ നിയോഗം ദൈവം ഏൽപ്പിക്കുന്നു. എന്നെ ഏൽപ്പിച്ച പല നിയോഗങ്ങളിലൊന്ന് ആളുകളെ റിലാക്സ് ചെയ്യുക എന്നുള്ളതാണ്. അത് എന്നാൽ കഴിയുന്ന വിധം ഞാൻ ചെയ്യുന്നു. പിന്നെ പാരഡി എന്ന് പറയുന്നത് സഞ്ജയനും സീതാരാമനും ഒക്കെ കൈകാര്യം ചെയ്തിരുന്ന കാലത്ത് അഭിജാതമായ ഒരു സാഹിത്യ ശാഖ തന്നെയായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് അത് കൈകാര്യം ചെയ്ത ചില വ്യക്തികൾ വളരെ അധോതല സ്വഭാവത്തോടു കൂടിയ കാര്യങ്ങളൊക്കെ അതിൽ കടത്തിവിടുകയും പാരഡിക്കൊരു മോശത്തരം സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിനെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരിക, ഇതിനൊരു നൊബിലിറ്റി കൊടുക്കുക, ഒരു സോഫിസ്റ്റിക്കേഷൻ കൊടുക്കുക എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ 21 വർഷത്തിലധികമായിട്ട് ഈ പാരഡി രംഗത്ത് പ്രവർത്തിക്കുന്നത്. ഞാൻ സിനിമാ പാട്ടുകൾക്ക് മാത്രമല്ല ഞാൻ പാരഡി ചെയ്തിട്ടുള്ളത്. മലയാളത്തിലെ ലബ്ധപ്രതിഷ്ഠമായ ഏറെക്കുറെ എല്ലാ കവിതകൾക്കും ഞാൻ സമാന്തര ഗാനരചന നടത്തിയിട്ടുണ്ട്. ഞാൻ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ പാരഡിയിലെ ഏതാനും വരികൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. ഇതിലെ കഥാപാത്രം ഒരു ട്യൂട്ടോറിയൽ കോളേജ് വിദ്യാർത്ഥിനിയാണ്. ഈ വിദ്യാർത്ഥിനിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ 12 വർഷം തുടർച്ചയായി SLC പരീക്ഷയ്ക്ക് പരാജയപ്പെട്ടു. ഈ ട്യൂട്ടോറിയൽ വിദ്യാർത്ഥിനിയെക്കുറിച്ച് ആ ട്യൂട്ടോറിയൽ കോളേജിൻ്റെ പ്രിൻസിപ്പൽ പറയുന്നതായിട്ടാണ് ഞാൻ ഈ ആശയം സങ്കല്പിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കുക, പ്രിൻസിപ്പൽ എന്ത് പറയുന്നു നമുക്ക് ശ്രദ്ധിക്കാം. 12 വട്ടവും തോറ്റ പെണ്ണേ, എൻ്റെ ശിഷ്യരിൽ നീയാണു കേമി. 12 മാർക്കാകെ വാങ്ങിയോൾ നീ, എൻ്റെ ശിഷ്യരിൽ നിന്റെ പേരാദ്യം. നിന്നെ അറിയാത്തൊരാരും ഈ നാട്ടിലില്ല, എൻ്റെ അറിവിൽ നിന്നെപ്പോലെ ആരുമില്ല. എന്നും ഉച്ചയാം നേരത്ത് കൂർക്കം വലിക്കുന്ന മറ്റാരും ഇന്നെൻ്റെ ക്ലാസ്സിലില്ല. പാഠം പഠിപ്പിച്ചു കാലം തുലയ്ക്കുന്ന, പാഴ്വേലകൾക്കു തുക ഫീസായി വാങ്ങുന്ന, ചെടകെട്ടി കേവലത ജ്ഞാനത്തിൽ കളയുന്ന കടുകട്ടിയായ സിലബസിനെതിരായി ധീരമടരാടി നീയെന്ന് കേമി. നിന്റെ ഗുരുവായ ഞാനാണു മൂഢൻ. ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായല്ലോ, ഞാൻ എങ്ങനെയാണ് പാരഡിയെ കൈകാര്യം ചെയ്യുന്നത്. ആ ഒറിജിനലായ ആശയത്തിന് സമാന്തരമായിട്ട് മറ്റൊരാശയം കണ്ടുപിടിക്കുന്നു. അപ്പോൾ അതിൻ്റെ ആ താളക്രമം അതേപോലെ നിലനിർത്തുന്നു. അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള വാക്കുകൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇതൊരു കലയാണ്.